ഹായ് ഓൾ, വെൽക്കം ടു PK കോർണർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് PSCയുടെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്ത, അതും വളരെ ചെറുപ്രായത്തിൽ തൻ്റെ 23-ാമത്തെ വയസ്സിൽ PSCയുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിൽ 55 എന്നുള്ളൊരു സുവർണ നേട്ടം കരസ്ഥമാക്കിയ കൊല്ലം സ്വദേശിയായ ആദർശാണ് നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ആദർശ്. അപ്പം അന്നത്തെ പാറ്റേൺ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് നമ്മളങ്ങ് ഞെട്ടിപ്പോയി. എങ്ങനെ പഠിക്കേണ്ടതെന്നൊന്നും അറിഞ്ഞൂടായിരുന്നു. ബിഗിനേഴ്സിനോട് ആദ്യമേ തന്നെ പറയാനുള്ളത് നമ്മുടെ സിലബസ് മനസ്സിലാക്കുക, പിന്നെ വേണ്ടത് സെൽഫ് കോൺഫിഡൻസാണ്, പിന്നെ വേണ്ടത് ക്ഷമ. ആദർശിന്റെ രീതി മലയാളം മാർക്ക് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ആദ്യമായിട്ട് കേൾക്കുന്നത് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ്റെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ആ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സാർ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടാണ് സാർ ആ ക്ലാസ്സുകളൊക്കെ പറയുന്നത്. അയ്യോ പെട്ടെന്ന് ആൻസർ കിട്ടിയില്ലെങ്കിൽ ഇതിനി പഠിക്കണം. കമ്പൈൻഡ് സ്റ്റഡിയാണ് മെയിൻ. ഇപ്പോൾ സാറിൻ്റെ ക്ലാസ്സുകളുടെ ക്വാളിറ്റി നമുക്ക് മനസ്സിലായി. കോൺസ്റ്റിറ്റ്യൂഷനും ജോഗ്രഫിയും പിന്നെ സ്പെഷ്യൽ ടോപ്പിക് എല്ലാം സാറിൻ്റെ ക്ലാസ്സുകൾ തന്നെയായിരുന്നു ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. PSC കോർണർ, ക്രാഫ്റ്റ് യുവർ ഫ്യൂച്ചർ. സോ ഏറ്റവും സ്നേഹത്തോടുകൂടെ ലെറ്റ്സ് വെൽക്കം ആദർശ്. സ്വാഗതം. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇത്രയും മികച്ചൊരു അച്ചീവ്മെന്റ്, 55-ാമത്തെ റാങ്ക് എന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന? പ്രതീക്ഷയില്ല. ഞാനൊരു 100 റാങ്കിനകത്ത് കാണുമെന്ന് വിചാരിച്ചു. സർവേ ഒക്കെ ചെയ്ത് നോക്കിയപ്പം അങ്ങനെയായിരുന്നു കാണിച്ചത്. 55 വരെ എത്തുമെന്ന് പ്രതീക്ഷയില്ല. അപ്പൊ കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷം. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ കൂടുതൽ നമുക്ക് ആ വിശേഷങ്ങളിലോട്ട് വരാം. അതിനു മുൻപ് വീട്ടിൽ ആരൊക്കെയാണ്? വീട്ടിൽ ഇപ്പോൾ അച്ഛനും അമ്മയും ഞാനും ഉള്ളത്. പിന്നെ എനിക്കൊരു ചേട്ടനുണ്ട്. ചേട്ടനും വൈഫും മോനും ഇപ്പം മാൽഡീവ്സിൽ സെറ്റിൽഡാണ്. പഠിച്ചതൊക്കെ എന്തായിരുന്നു? ഞാൻ പഠിച്ചത് BA ഇംഗ്ലീഷ് ആയിരുന്നു, ചവറ ബേബി ജോൺ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ്. പണ്ട് തൊട്ടേ ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞ ഒരു സർക്കാർ ജോലി അങ്ങനെയായിരുന്നു. എങ്ങനെയാണ് PSCയിലോട്ട് വരുന്നത്? പണ്ട് തൊട്ട് ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് PSCയെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. ഡിഗ്രിയുടെ അവസാന ഘട്ടത്തിലോട്ട് കടന്നപ്പം PG ചെയ്യേണ്ട എന്നുള്ളൊരു തോട്ട് വന്നു. അങ്ങനെ പിന്നെ കോമ്പറ്റീറ്റീവ് ഫീൽഡിലോട്ടൊന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു. അപ്പോൾ ഈ തുടക്കത്തിൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് സോർട്ട് ഔട്ട് ചെയ്ത് പോയത്? അത് എനിക്കിപ്പോൾ ആദ്യം തന്നെ SSC പഠിക്കണോ PSC പഠിക്കണോ എന്നുള്ള ഡൗട്ടായിരുന്നു. അപ്പോൾ PSC പഠിക്കുമ്പോഴത്തേക്ക് എനിക്ക് മലയാളം ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പം മലയാളം ടേംസ് ആണെങ്കിൽ തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പിന്നെ SSC AFCAT അതിൻ്റെ ഇടക്കൂടെ ഞാൻ PSC എല്ലാം പഠിച്ച് എല്ലാം കൂടെ ഒരു അവിയൽ വരുമായി. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരൊറ്റ എക്സാമിന് മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ കുറേ ആലോചിച്ച് തീരുമാനിച്ചിട്ട് 2020 ഞാൻ പാസ് ഔട്ടായി. 2021 ആയപ്പോഴത്തേക്ക് SSCക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ആദ്യം SSCയിലോട്ടാണ്. അങ്ങനെ ഞാൻ 2021 ഒരു 3 മാസത്തോളം ഒരു SSCയുടെ കോച്ചിങ്ങിന് പോയിരുന്നു. പിന്നെ കൊറോണ വന്നു, എനിക്കും കൊറോണ പിടിച്ചു. പിന്നെ വീട്ടിൽ നിന്നുള്ള പഠിത്തമായിരുന്നു. പിന്നെ CHSലും CGLലും MTS ഒക്കെ എഴുതി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിരുന്നു 10th ലെവൽ പ്രിലിംസ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കത് LD അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോയി. LGS മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ SSCയുടെ എക്സാംസ് എല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഞാൻ AFCAT എന്ന് പറഞ്ഞൊരു എക്സാം പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു, എയർഫോഴ്സിൻ്റെ പൈലറ്റിന് വേണ്ടിയുള്ള. അപ്പോൾ അതിൻ്റെ എക്സാംസ് ഇതെല്ലാം അടുപ്പിച്ചായിരുന്നു. AFCATൻ്റെ എക്സാം കഴിഞ്ഞ് പിന്നീട് ഒരു 2 മന്ത് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതായിരുന്നു എനിക്ക് LGSൻ്റെ മെയിൻസിനുള്ള എക്സാം. ആ ഒരു 2 മാസം LGSന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. അതിൻ്റെ തൊട്ടടുത്ത മാസം തന്നെയായിരുന്നു ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം. ആ ഡിഗ്രി ലെവൽ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ സെക്രട്ടറിക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ആയിരുന്നു. അതിനും വേണ്ടി പ്രിപ്പയർ ചെയ്തായിരുന്നു. അപ്പോൾ തുടക്കത്തിലത്തെ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്? ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയോ അത് സ്വന്തമായിട്ട് പഠിക്കുകയായിരുന്നു? എങ്ങനെയായിരുന്നു? SSCയുടെ ഒരു 3 മാസം കോച്ചിങ്, പിന്നെ എല്ലാം വീട്ടിൽ നിന്നുള്ള പഠിത്തം തന്നെയായിരുന്നു. LGSൻ്റെ മെയിൻസ് ആണെങ്കിലും ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണെങ്കിലും വീട്ടിൽ നിന്നുള്ള പഠിത്തം തന്നെയായിരുന്നു. അപ്പോൾ വീട്ടിലിരുന്ന് മാക്സിമം ഓൺലൈൻ സോഴ്സസ് യൂസ് ചെയ്തിട്ടായിരുന്നു? ഓൺലൈൻ സോഴ്സ് യൂട്യൂബും ടെലിഗ്രാമും ഒക്കെ തന്നെയായിരുന്നു മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ ഈ ഓഫ്ലൈനിൽ പോയിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഓഫ്ലൈനുണ്ട്, ഓൺലൈൻ കോച്ചിങ്ങും പരിചയമുണ്ട്. ഏതാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്? എനിക്ക് ഓൺലൈനാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഓഫ്ലൈൻ നമുക്കൊരു സിസ്റ്റമാറ്റിക് ആവാൻ വേണ്ടി ആദ്യമേ ചെല്ലുക, ബേസൊക്കെ ഒന്ന് സെറ്റാക്കുക, നമുക്ക് അറിഞ്ഞൂടാത്ത പോർഷൻസ് ഒക്കെ ഇട്ട് നമുക്കൊരു ബേസ് എല്ലാം സെറ്റായതിനു ശേഷം പിന്നെ നമ്മളിരുന്ന് വർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഡിഗ്രി ലെവൽ പ്രത്യേകിച്ചും നമ്മൾ കൂടുതൽ നമ്മൾ തന്നെ റിസർച്ച് ചെയ്ത് ഓരോ ടോപ്പിക്കിൽ ഇപ്പം ഗൂഗിളിൽ നിന്ന് തന്നെ സൈറ്റിൽ നിന്നൊക്കെ കുറേ പഠിക്കേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ക്രാക്ക് ചെയ്യുന്ന എക്സാം LGS എക്സാം. അപ്പം ജോലിക്ക് കയറിയിട്ടായിരുന്നു പിന്നെയുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യണ്ടായിരുന്നത്? ഇല്ല, എനിക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം മെയിൻസ് എക്സാം കൂടെ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കായിരുന്നു LGSന്റെ അഡ്വൈസ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ 10th ലെവലും 12th ലെവലും ഒരുപാട് വ്യത്യാസമുണ്ട് ഡിഗ്രി ലെവൽ പ്രിപ്പറേഷനിലോട്ട് വരുമ്പോൾ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. 10th ലെവൽ ആകുമ്പോഴത്തേക്ക് മെയിനായിട്ട് നമ്മൾ SCRT ആണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. പക്ഷേ ഡിഗ്രി ലെവലിലോട്ട് വരുമ്പോഴത്തേക്ക് പാറ്റേൺ മാറി ഒരു UPSC ലെവൽ പഠിക്കുന്ന രീതിയിൽ തന്നെ പഠിക്കണം.
NCERT ആയിരിക്കും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ആദ്യം എഴുതിയ മെയിൻ ആയിട്ടുള്ള ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആയിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. അതിൽ തന്നെ നല്ലൊരു 600 എന്ന് പറയുമ്പോൾ നല്ലൊരു റാങ്ക് തന്നെയാണ്. കുറെ കാലമായിട്ട് പഠിച്ചവർക്കും അത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. എങ്ങനെയായിരുന്നു അപ്രോച്ച്? സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണോ, ഒരു എക്സാമിന് അപ്രോച്ച് ചെയ്യാണോ? എന്തായിരുന്നു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനത്തിന്റെ പ്രൊസീജിയർ? എങ്ങനെയാണ് ഒരു എക്സാമിന് മുന്നിൽ കണ്ടുകൊണ്ട് എങ്ങനെയാണ് പഠനം തുടങ്ങുന്നത്? എങ്ങനെയാണ് ഒരു രീതി? പഠനത്തിന് ആദ്യമേ എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ഫസ്റ്റ് എൻ്റെ ഡിഗ്രി മെയിൻസ് എന്ന് പറഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പം അന്നത്തെ പാറ്റേണൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമ്മളങ്ങ് ഞെട്ടിപ്പോയി. എങ്ങനെ പഠിക്കേണ്ടതെന്നൊന്നും അറിഞ്ഞൂടായിരുന്നു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം മെയിൻസിന് 2-3 ആഴ്ചയ്ക്ക് മുമ്പായിരുന്നു സാറിൻ്റെ ചാനലിലോട്ട് ഞാൻ വരുന്നത്. അങ്ങനെ ആദ്യമായിട്ട് കേൾക്കുന്നത് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ്റെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ആ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സാർ ഓരോ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടാണ് സാർ ആ ക്ലാസ്സുകളൊക്കെ പറയുന്നത്. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സുകളുടെ ക്വാളിറ്റി നമുക്ക് മനസ്സിലായി. ഈസിലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ ആയാലും സ്പെഷ്യൽ ടോപ്പിക് ഭയങ്കര അധികം റെലവെന്റ് ആയിരുന്നു. 16 മാർക്കോളം സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നു. ഏതോ ഒരു ക്വസ്റ്റ്യൻ മാത്രം ലീവ് ചെയ്ത് ബാക്കിയെല്ലാം സ്കോർ ചെയ്യാൻ പറ്റി. അതും മികച്ചൊരു അച്ചീവ്മെന്റ് ആണ്. ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് അല്ലാണ്ടും നമുക്ക് ഈക്വലി പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആദർശിന്റെ ഒരു രീതി? സിലബസ് പ്രിന്റ് എടുത്ത് പഠിക്കുമോ? ആദ്യമേ എടുക്കുന്ന സിലബസ് പ്രിന്റ് എടുക്കും. സിലബസ് പ്രിന്റ് എടുത്ത് ഞാൻ ആദ്യമേ കവർ ചെയ്ത് പോകുന്ന പോർഷൻസ് എല്ലാം ഒരു ടിക്കറ്റ് ചെയ്യാൻ പോകും. പിന്നീട് റിവൈസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ ഒരു ഹൈലൈറ്റ് വെച്ച് മാർക്ക് ചെയ്ത് പോകും. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠന രീതിയായിരുന്നു. സിസ്റ്റമാറ്റിക് എന്ന് വെച്ചാൽ സിലബസ് നമ്മൾ എന്തായാലും ആദ്യം പ്രിന്റ് എടുക്കുമല്ലോ. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് അറിഞ്ഞ് ഏത് പോർഷൻസിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആദ്യം സിലബസ് ആണ് ഞാൻ മെയിനായിട്ട് പഠിക്കുന്നത്. നമ്മൾ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. മെയിനായിട്ട് GK പോർഷനും അതല്ലാണ്ട് മാത്സ്, മലയാളം, ഇംഗ്ലീഷ്. അപ്പോൾ ഏതൊക്കെ മേഖലയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് പഠിച്ചത്? ഇപ്പം മെയിനായിട്ട് നമുക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇത് മൂന്നും തന്നെ പഠിച്ചാൽ നമുക്ക് 30 മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ SSC ഞാൻ പഠിച്ചത് കൊണ്ട് SSC വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് PSCയുടെ മാത്സ് എളുപ്പമായിരുന്നു, കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എക്സാമിനൊക്കെ ഒരു കുറച്ച് നാൾക്ക് മുമ്പാണ് മാത്സ് ഡെയിലി ഞാൻ മാത്സ് വർക്കൗട്ട് ചെയ്യത്തില്ല. മാത്സിൽ അത്യാവശ്യം ഞാൻ സ്ട്രോങ് ആയിരുന്നു. പിന്നെ ഞാൻ പഠിച്ചത് ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷും എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല. BA ഇംഗ്ലീഷ് ആയിരുന്നു. വൊക്കാബുലറി മാത്രം ഞാൻ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാൻ നോക്കും. ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റോറിയൽ അനാലിസിസ്, പത്രം വായിക്കത്തില്ല, യൂട്യൂബിൽ എഡിറ്റോറിയൽ അനാലിസിസ് ഒക്കെ കണ്ട് അതിൽ നിന്ന് പുതിയ പുതിയ വാക്കുകളും ഫ്രേസസ് ഒക്കെ എഴുതി വെക്കുമായിരുന്നു. അങ്ങനെ ഇംഗ്ലീഷ് ഞാൻ അങ്ങനെ പഠിക്കുമായിരുന്നു. മലയാളം എനിക്ക് അത്യാവശ്യം നല്ല പാടായിരുന്നു. അപ്പോൾ ഈ 30 മാർക്കിൽ എത്ര മാർക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു? 9 ചോദ്യത്തിൽ 9 മാത്സ് ക്ലിയർ ചെയ്തു. ഇംഗ്ലീഷും 10ൽ 10 കിട്ടി. പക്ഷെ എനിക്ക് മലയാളം മാത്രം നല്ലപോലെ ഞാൻ വിചാരിച്ചത്ര ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഏകദേശം അതിലൊരു 3 ഞാൻ 4 ക്വസ്റ്റ്യൻ 4 ശരി ഉത്തരം ഉണ്ടായിരുന്നുള്ളൂ, 2 തെറ്റും ഉണ്ടായിരുന്നു. മലയാളം കുറച്ച് ടഫാണെന്നുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ള GK പോർഷനിൽ അത്രയധികം മാർക്ക് അപ്പോൾ കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. GK പോർഷനിലാണ് ഞാൻ മെയിനായിട്ട് സ്കോർ ചെയ്തത്. ഓക്കെ. അപ്പം നമ്മുടെ രീതിക്ക് അനുസരിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ പലരും പല രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ആദർശിന്റെ രീതി മലയാളം മാർക്ക് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആണ്. പക്ഷേ എന്നാലും മികച്ചൊരു അച്ചീവ്മെന്റ്, അതായത് 55ാമത്തെ റാങ്ക് വാങ്ങിക്കാനായിട്ട് പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ GKയുടെ പഠിത്തത്തിലോട്ട് വരുമ്പോൾ എങ്ങനെയായിരുന്നു? GK നമ്മളിപ്പോൾ ഈ 30 മാർക്കിൻ്റെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വെയിറ്റേജ് ഉള്ള ടോപ്പിക്ക് കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ്? എങ്ങനെയായിരുന്നു കറണ്ട് അഫയേഴ്സ്? ഞാൻ ഡെയിലി എഴുതി പോയിരുന്നു. ഡെയിലി ഒരു മിനിമം ഒരു 20 മിനിറ്റ് നമ്മളെല്ലാം സ്പെൻഡ് ചെയ്താൽ മതി. യൂട്യൂബിൽ കുറേ ചാനൽസ് ഉണ്ട്, GK ടുഡേ, അങ്ങനെ SSCക്കും UPSCക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുറേ ക്ലാസ്സുകളുണ്ട്. അതൊക്കെ അതിൽ നിന്നെല്ലാം നോക്കിയിട്ട് ഡെയിലി ഞാൻ എഴുതിപ്പോയിരുന്നു. യൂണിവേഴ്സിറ്റിയുടെ എക്സാമിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ലതാ മങ്കേഷ്കർ മരിച്ച ദിവസം. അപ്പോൾ അത് എനിക്കറിയായിരുന്നു, ഞാൻ എഴുതി പോകുന്നതുകൊണ്ട് നമ്മൾ ഡേറ്റ് ആയിട്ട് പഠിച്ചിട്ടില്ല. ലതാ മങ്കേഷ്കർ മരിച്ചു, ലതാ മങ്കേഷ്കറിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ പഠിക്കുമായിരുന്നു. പക്ഷെ ഞാൻ എഴുതി പോയതുകൊണ്ട് ഫെബ്രുവരി മാസത്തിന് തുടക്കമായിരുന്നെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ ഓപ്ഷൻസിനകത്ത് 2 എണ്ണം 2 ഡിജിറ്റ് നമ്പർ ആയിരുന്നു, പിന്നുള്ള 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫെബ്രുവരിയുടെ തുടക്കമെന്നറിയായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാൻ ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് ഒക്കെ എടുത്ത് എഴുതി നമ്മൾ ചിലപ്പോൾ അത് വായിച്ചില്ലെങ്കിൽ പോലും എഴുതിയതിൻ്റെ ഒരു ഓർമ്മ നമുക്ക് നിൽക്കും. തീർച്ചയായിട്ടും. PKPSC കോർണറിന്റെ പ്ലാറ്റ്ഫോമിലെ ഏതൊക്കെ ക്ലാസ്സുകളാണ് ആദർശിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ? അത് ഞാൻ ഒരു ക്ലാസ് തപ്പി പോയതാ. ഡെലിഗേറ്റഡ് ലെജിസ്ലേഷനും കേരള ഗവർണൻസിന്റെ ക്ലാസ്സുകൾ ഞാൻ എവിടെയും തപ്പിയിട്ട് കിട്ടിയില്ല. യൂട്യൂബിലൊക്കെ ക്ലാസ്സസ് ഉണ്ട്. പക്ഷെ നമുക്കൊരു ഇപ്പം ഞാൻ ആദ്യം റാങ്ക് ഫയൽ എടുത്ത് വായിച്ചായിരുന്നു. പുതിയൊരു ടോപ്പിക് ആയതുകൊണ്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ലായിരുന്നു. അതുപോലെ യൂട്യൂബിൽ അങ്ങനെ ആ സമയത്ത് അധികം വന്നിട്ടില്ല ഇതിനെ പറ്റിയ ക്ലാസ്സുകളൊന്നും. പിന്നെ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ ക്ലാസ്സുകളെല്ലാം LLB-കാരൊക്കെ പഠിക്കുന്ന ഹിന്ദിക്കാരുടെയൊക്കെ ക്ലാസ്സുകളായിരുന്നു. അങ്ങനെയാണ് ഞാൻ സാറിന് ഇതൊക്കെ ഡിഗ്രി ലെവൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നത് കേട്ട് ഗ്രൂപ്പിലോട്ട് വന്നു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് സാറിൻ്റെ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ കേട്ട്
പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടെ നേരത്തെ വരേണ്ടതായിരുന്നു, കാരണം എനിക്ക് പിന്നെ പഠിക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു. ഏറ്റവും അവസാന നിമിഷത്തോടെയായിരുന്നു ഞാൻ ആ കേരള ഗവൺമെൻറ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ടോപ്പിക്, അതൊരു ഏകദേശം 10 മാർക്കോളം ഉണ്ടായിരുന്നു. അത് അവസാന സമയത്തായിരുന്നു. പിന്നീട് യൂണിവേഴ്സിറ്റിയുടെയും KSFSൻ്റെ സമയം വന്നപ്പോഴത്തേക്ക് ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷനും ജോഗ്രഫിയും പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കെല്ലാം മെയിൻലി സാറിൻ്റെ ക്ലാസ്സുകൾ തന്നെയായിരുന്നു ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഈ പഠിക്കുന്ന സമയത്ത് ഈ ചെറുപ്പമായതുകൊണ്ട് തന്നെ ചിലപ്പം അധികം ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടോ, അതോ ഈസി ഗോയിങ് ആയിരുന്നു പഠിക്കുന്ന സമയത്ത്? ഇങ്ങനെ ഇത് കിട്ടുമോ, അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് ഒക്കെ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമേ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കും. അതായത് എന്നെ കൊണ്ട് പറ്റും, നേടിയെടുക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെ വീട്ടുകാർ സപ്പോർട്ടാണ്. വീട്ടുകാർ എൻ്റെ അടുത്ത് പറയും അത്യാവശ്യം കാലിബർ ഉള്ളവനാണ്, നീ എഴുതിപ്പം എനിക്ക് ഒരു എക്സാം നല്ലപോലെ എഴുതാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞാലും അടുത്ത എക്സാമിന് നോക്കുമെന്ന് പറയും. കട്ട സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു ഫാമിലി, പിന്നെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഈ കമ്പൈൻ സ്റ്റഡി ഒക്കെ നമ്മളിപ്പോൾ ഒരുപാട് നേരം അതിനെക്കുറിച്ചും പറഞ്ഞു, എത്രത്തോളം അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും? കമ്പൈൻ സ്റ്റഡിയാണ് മെയിൻ. കാരണം ഞാൻ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിനോട് തന്നെയാണ്. ഇപ്പോൾ എത്ര സെൽഫായിട്ട് പഠിച്ചാലും ഒരു പോയിന്റ് ഓഫ് ടൈം ആകുമ്പോഴത്തേക്ക് നമുക്കങ്ങ് ബോറടിക്കും. കമ്പൈൻ സ്റ്റഡി പഠിക്കുമ്പോഴത്തേക്ക് ഇപ്പം എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള ടോപ്പിക്ക് ഞാൻ അത് പഠിപ്പിച്ചും കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചും കൂടെ പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് വീക്കായിട്ടുള്ളൊരു ടോപ്പിക്ക് വേറെ അടുത്തിന് നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പം ഒരു ദിവസം ഞങ്ങളൊരു രാവിലെ തൊട്ട് രാത്രി വരെ ഞങ്ങൾ ചിലപ്പം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഗിവ് ആൻഡ് ടേക്ക് ആണ് അവിടെ നടക്കുന്നത്. ഗിവ് ആൻഡ് ടേക്ക് ആണ്, പിന്നെ നമുക്ക് ബോർ അടിക്കില്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടാസ്ക് ആണ്. അപ്പൊ കണക്ട് ചെയ്യാൻ എന്തെങ്കിലും കോഡുകളോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്? കോഡുകളെല്ലാം യൂസ് ചെയ്യാറുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അങ്ങനെ ഓർത്തിരിക്കുന്നത്? എങ്ങനെയായിരുന്നു? എന്താണ് ടിപ്സ്? അതിപ്പം ഞങ്ങൾ കൂട്ടുകാരായിരുന്നു പഠിക്കുമ്പോഴത്തേക്ക് ഓരോരുത്തരും ഓരോ കോഡ് പറയും. ചിലപ്പോൾ തമാശയായിട്ടുള്ള കോഡുകളായിരിക്കും. ഇപ്പോൾ ആർട്ടിക്കിൾ ആണെങ്കിലും വർഷങ്ങളൊക്കെ ആണെങ്കിലും ഏതെങ്കിലും ഒരുത്തനായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ പഠിക്കും. ഇപ്പോൾ ആരുടെങ്കിലും ബർത്ത്ഡേ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ വെച്ച് റിലേറ്റ് ചെയ്ത് പഠിക്കും. ഇനി നമുക്ക് എക്സാമിൻ്റെ സമയത്ത് ഇതെല്ലാം കറക്റ്റ് പ്രോപ്പറായിട്ട് എക്സാമിൻ്റെ ഒരു 1.5 മണിക്കൂറിൽ എഴുതിയെടുക്കാന്ന് പറഞ്ഞാലും അതും അത്യാവശ്യം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. PSC ഒരു ഭാഗ്യമാണെന്ന് പറയുന്നവരുണ്ട്. അതിനോട് എന്താണ് ആദർശന്? ലക്കുണ്ട്. കാരണം എല്ലാവരും ഒരേ രീതിയിൽ തന്നെ ആയിരിക്കും പഠിക്കുന്നത്. കുറേ പേർക്ക് എക്സാം ഹോളിലെ ടെൻഷൻ കാരണം മാർക്ക് കുറയുന്നവരുണ്ട്. PSCയുടെ ഒരു ട്രെൻഡ് മനസ്സിലാക്കൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ PYQ സോൾവ് ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ PYQ സോൾവ് ചെയ്യൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം ഞാൻ കളക്ട് ചെയ്യും. ഓൺലൈനായിട്ടും കുറേ എക്സാമ്പിൾ നടക്കാറുണ്ട്. അതെല്ലാം ഞാൻ കളക്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ 1 മുതൽ 100 ഉള്ള ചോദ്യങ്ങളെല്ലാം ഞാൻ നോക്കും. അതിന് ഞാൻ സബ്ജക്റ്റ് വൈസ് ആയിട്ട് തിരിക്കും. കെമിസ്ട്രിയിൽ നിന്ന് എന്തൊക്കെ ചോദിച്ചു, ഫിസിക്സിൽ നിന്ന് എന്തൊക്കെ ചോദിച്ചു, അതുപോലെ ഓരോ സബ്ജക്റ്റിന് എന്തൊക്കെ ചോദിച്ചു എന്നുള്ളത് എഴുതിയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കുകയായിരുന്നു. ഇപ്പോൾ എക്കണോമിക്സിന് എടുക്കുവാണെങ്കിൽ നീതി ആയോഗ്, പ്ലാനിംഗ് കമ്മീഷൻ, പിന്നെ RBI, മോണിറ്ററി പോളിസീസ്, മണി മാർക്കറ്റ്, ഇങ്ങനത്തെ കുറച്ച് ടോപ്പിക്കുകളുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും. അപ്പോൾ ആ ടോപ്പിക്കുകളൊക്കെ കൂടുതൽ ഞാൻ ഫോക്കസ് കൊടുത്ത് പഠിക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും പാർലമെൻറ്റ്, പ്രസിഡൻറ്റ്, ജോഗ്രഫിയിലോട്ട് വരുമ്പോഴത്തേക്കും മറ്റേ കൊപ്പൻസ് ക്ലാസിഫിക്കേഷൻ ഒക്കെ പറഞ്ഞിട്ടൊക്കെ ചോദിക്കുമായിരുന്നു. അവിടെ നിന്ന് ചോദിച്ചു. പിന്നെ അങ്ങോട്ടുള്ള ഓരോ എക്സാമ്പിൾ അത് ചോദിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്ത്യൻ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ഓഷ്യൻ കറൻസ് അത് ഞാൻ ഒരു ഞാൻ പിന്നെ അതൊരു മാപ്പ് എടുത്ത് നെറ്റിൽ നിന്ന് മാപ്പ് ഡൗൺലോഡ് ചെയ്യും. എന്നിട്ട് അതിനകത്ത് കോൾഡ് കറൻസിൽ നീല പേന വെച്ചും ഹോട്ട് കറൻസ് ഒക്കെ ചുമന്ന പേനയും വെച്ച് വരച്ച് പഠിക്കുമായിരുന്നു. അങ്ങനെ ഓരോ ടോപ്പിക്കുകൾ നമ്മൾ ഈ PYQ നിന്ന് കണ്ടുപിടിച്ച് അതിൽ കൂടുതൽ സമയം കൊടുത്ത് പഠിക്കും. ഡിഗ്രി ലെവൽ അങ്ങനെയായിരുന്നു. 10th ലെവലിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഡിഗ്രി ലെവൽ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തത്. ഈ ചെറിയ യങ് ഏജിൽ ഇത്രയും മികച്ചൊരു അച്ചീവ്മെന്റിലായതുകൊണ്ട് ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തായിരുന്നു ചലഞ്ചസ് ഫേസ് ചെയ്തത്? പ്രത്യേകിച്ച് അങ്ങനെ ചലഞ്ചസ് എന്ന് പറയാനൊന്നുമില്ല. ചെറുപ്രായമാണ്. പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നാട്ടുകാരെന്നുള്ളൊരു ചോദ്യങ്ങൾ കേൾക്കുമല്ലോ. ഈ ചെറുപ്രായത്തിലും ചോദ്യങ്ങൾ ഫേസ് ചെയ്തു. ഇപ്പം നമ്മളിപ്പോൾ PSC ഫീൽഡിലാണെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും ചോദിക്കുന്നത് ജോലിയൊന്നും ആയില്ലേ. അപ്പം ഞാൻ പറയും ഇങ്ങനെ ലിസ്റ്റിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതെന്താ വിളിക്കാത്തതെന്നാവും. ജോലി കിട്ടിയതിന് ശേഷം ഇപ്പം ഞാൻ എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കുന്നത് കല്യാണമൊന്നും ആയില്ലേ, കല്യാണം നോക്കണ്ടേ, സർക്കാർ ജോലി ആയാലോ കല്യാണം നോക്കണ്ടേ എന്നാണ്. പക്ഷെ ഞാൻ പിന്നെ അതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പറഞ്ഞു. ഞാൻ പറയും 28 വയസ്സൊക്കെ ആവട്ടെ എന്നിട്ട് കല്യാണം കഴിക്കാന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും PSC പഠിക്കാൻ തന്നെയാണ്. PSC ആയാലും SSC ആയാലും UPSC ഒക്കെ ആയാലും നോക്കാൻ തന്നെയാണ് ഇനിയും. എനിക്ക് സെക്രട്ടറി അസിസ്റ്റന്റ് ആണെന്ന് കൂടുതൽ താല്പര്യം. അപ്പം അതിന് നോട്ടിഫിക്കേഷൻ വരുമ്പം അതിരുന്ന് പഠിക്കണമെന്നുണ്ട്. പിന്നെ KSന് ഇരുന്ന് പഠിക്കണമെന്നുണ്ട്. സിവിൽ സർവീസും ഒട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ സിവിൽ സർവീസ് പോകണമെന്നുള്ളത്. പക്ഷെ എനിക്ക് അത്രയും കിടന്ന് മെനക്കെടാൻ വയ്യ. പഠിക്കുന്നത് ഓർത്തെടുക്കാൻ റിവിഷൻ ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. റിവിഷൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ മാർക്ക് അത്രയും കുറഞ്ഞു പോയെന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. റിവിഷൻ്റെ ഇമ്പോർട്ടൻസ് അറിയാതെ പോയവരും ഉണ്ട്. എന്തൊക്കെയാണ് റിവിഷൻ സ്ട്രാറ്റജീസ്? ഞങ്ങളിപ്പോൾ കമ്പൈൻ സ്റ്റഡി ചെയ്യുമ്പോൾ തന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട്
ചിലപ്പോൾ ഞങ്ങൾ ചോദ്യങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ അയ്യോ പെട്ടെന്ന് ആൻസർ കിട്ടിയില്ലെങ്കിൽ ഇതിനി പഠിക്കണം, അപ്പോൾ ഞങ്ങളത് വീണ്ടും ഇരുന്ന് പഠിക്കും. അല്ലാതെ സെൽഫായിട്ട് ഇരിക്കുമ്പോൾ ഉള്ള റിവിഷൻ എക്സാമിനൊരു 2-3 ആഴ്ചയ്ക്ക് മുമ്പേ നമ്മൾ റിവിഷനായിട്ട് തുടങ്ങും. അത് ഞാൻ മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മനസ്സിലാക്കി അതിൻ്റെ MCQസും PYQs ഒക്കെ ചെയ്യുവാണ്. ജസ്റ്റ് ഗൂഗിളിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ UPSC MCQs എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്ത ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ നോക്കും. പിന്നെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രം റാങ്ക് ഫയലോ അല്ലെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ട്സുള്ളൂ. ഞാൻ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ആ ഷോർട്ട് നോട്ട്സുകളൊക്കെ നോക്കിയിട്ട് ഞാൻ ആദർശൻ കാണുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു ചില്ലായിട്ടുള്ള പേഴ്സൺ ആണ്, അങ്ങനെയാണോ? അപ്പോൾ ഫുൾ ടൈം പഠിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, ബ്രേക്ക് ഒക്കെ എടുക്കണമെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഡെയിലി ഞാൻ അങ്ങനെ പഠിക്കാറില്ല. ഇല്ല. അപ്പോൾ എന്തൊക്കെയാണ് ഹോബീസ് എന്ന് പറയുകയാണെങ്കിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്ത സിനിമകൾ കാണാം, സീരീസ് കാണാം. സീരീസ് ഞാൻ ആ സമയത്ത് അഡിക്റ്റഡ് ആയിരുന്നു. ഉള്ള സീരീസുകളെല്ലാം ഇരുന്ന് കാണുമായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഫുട്ബോൾ ടർഫിൽ കളിക്കാൻ പോകും. അതായത് ഒരു ദിവസം ഞാൻ ചിലപ്പോൾ ഒരു മണിക്കൂറായിരിക്കും, ചിലപ്പോൾ ഒരു ദിവസം 1 മണിക്കൂർ പഠിക്കുന്ന മാത്രമേ പഠിക്കത്തുള്ളൂ. പക്ഷേ ആ പഠിക്കുന്ന ടൈം ഫുൾ ആത്മാർത്ഥമായിട്ടിരുന്ന് പഠിക്കും. വേറെ ഫോണൊന്നും ഉപയോഗിക്കത്തൊന്നുമില്ല. 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ ഫുള്ളും ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് പഠിക്കും. ഈ ഒരു എൻറ്റയർ ജേണിയിൽ തീർച്ചയായിട്ടും ആദർശിൻ്റെ സെൽഫായിട്ടുള്ള പ്രിപ്പറേഷൻ അത്രയധികം നടന്നിട്ടുണ്ട്, ഹാർഡ് വർക്ക് നടന്നിട്ടുണ്ട്. അതല്ലാണ്ട് ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആയിരിക്കുന്ന വ്യക്തികളുടെ പേരുകൾ പറയാൻ ചോദിക്കുകയാണെങ്കിൽ ആരുടെയൊക്കെ പേരുകളായിരിക്കും പറയുന്നുണ്ടാവും? പേരുകൾ പറയാൻ ഒരുപാട് പേരുടെ പേരുണ്ട്. ഇപ്പം വീട്ടുകാർ, അച്ഛനും അമ്മയും എൻ്റെ ചേട്ടനൊക്കെ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫാമിലി മൊത്തത്തിൽ പറയാം, ഫാമിലി എല്ലാവരും എന്നെ സപ്പോർട്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, കമ്പൈൻ സ്റ്റഡിയിലുള്ള എൻ്റെ ഫ്രണ്ട്സ്, അവരെല്ലാവരും എന്നെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ എഡ്യൂക്കേറ്റേഴ്സ്, ഇപ്പോൾ PK സാറാണെങ്കിലും അതുപോലെ കുറേ പേരുണ്ട്. പേരുകൾ പറയാനാണെങ്കിൽ നിൽക്കത്തില്ല, ഒരുപാട് പേരുണ്ട്. എന്നാൽ ഈ ഒരു ജേണിയിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ഇത്ര ആൾക്കാരൊക്കെയാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. PSCയുമായി ഒരു സർക്കാർ ജോലി എന്നൊരു സ്വപ്നവുമായിട്ട് ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട്. തുടക്കത്തിൽ ഒരുപാട് കൺഫ്യൂഷൻസ് അവർക്കുണ്ടാവും. ഈ കൺഫ്യൂഷൻസിനൊക്കെ മറികടന്നുകൊണ്ട് മികച്ചൊരു അച്ചീവ്മെൻറ്റിൽ എത്തിയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്ത് അഡ്വൈസാണ് അവർക്ക് നൽകാനുള്ളത്? ബിഗിനേഴ്സിനോട് ആദ്യമേ തന്നെ പറയാനുള്ളത് നമ്മുടെ സിലബസ് മനസ്സിലാക്കുക. സിലബസ് പ്രിൻ്റ് എടുത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ മനസ്സിലാക്കി ആ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ് മനസ്സിലാക്കി PYQs ഒക്കെ ചെയ്ത് നമ്മൾ ട്രെൻഡ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ വേണ്ടത് സെൽഫ് കോൺഫിഡൻസാണ്. അതായത് നമ്മളെ കൊണ്ട് പറ്റും, നമ്മളത് നേടിയെടുക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണം. പിന്നെ വേണ്ടത് ക്ഷമ. അതായത് നമ്മൾ ഉടനെ തന്നെ കിട്ടുമെന്ന് വെച്ചാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരാം. ചിലപ്പോൾ ഈ PSC എന്ന് പറയുന്നത് തന്നെ ലോങ് പ്രോസസ്സാണ്. കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ടാക്കിൾ ചെയ്ത് നമ്മളൊരു ഡ്രീം വെച്ചിട്ടുണ്ട്. ആ ഡ്രീം അച്ചീവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളത് നിർത്താവൂ. അതുകൊണ്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ട്സ് നമുക്ക് കിട്ടും. അതിൻ്റെ റിസൾട്ട് കിട്ടി. അതുകൊണ്ടാണ് ഇന്ന് ആദർശ് നമ്മുടെ ഇവിടെ ഇരിക്കാൻ സാധിച്ചത്. അപ്പോൾ ഒത്തിരി സന്തോഷം. ഭാവിയിലേക്ക് എല്ലാവിധ ആശംസകളും. നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും ഇതുകൊണ്ട് നിർത്തരുത്. ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. KS IAS പോലെയുള്ള നേട്ടങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മളോടൊപ്പം ഇത്രയധികം സമയം ചെലവഴിച്ചതിന് ഒത്തിരി താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനേഷനിൽ 55ാം റാങ്ക് കരസ്ഥമാക്കിയ ആദർശാണ്. ഈ ഒരു യങ് ഏജിൽ അദ്ദേഹത്തിന് ഇത്രയും മികച്ചൊരു അച്ചീവ്മെൻറ്റ് കരസ്ഥമാക്കാനായിട്ട് സാധിച്ചത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചതോട് കൂടിയിട്ടാണ്. പഠനത്തിനിടയിലും കുട്ടി ബ്രേക്സ് ഒക്കെ എടുത്ത് അത്യാവശ്യം റിലാക്സ് ചെയ്തിട്ടാണ് പഠിച്ചതെങ്കിലും പഠിക്കുന്ന സമയത്ത് വളരെ ഫോക്കസ്ഡ് ആയിട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. PKPSC കോർണറിൻ്റെ ഗൈഡൻസും കൂടെ ലഭിച്ചതോടുകൂടി മികച്ചൊരു അച്ചീവ്മെൻറ്റിൽ എത്താനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. സോ ഇങ്ങനൊരു അച്ചീവ്മെൻ്റാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്കും PKPSC കോർണറിൻ്റെ ഭാഗമാകാം. താഴെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ഇൻ്റർവ്യൂസിന് വേണ്ടി, സക്സസ് സ്റ്റോറികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്തൊരു അധ്യായത്തിൽ മറ്റൊരു അതിഥിയുമായി കാണുന്നത് വരേക്കും നന്ദി. PKPSC Corner. Craft your future.